മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ ശുചിത്വ കേരളം സുസ്ഥിര കേരളം സംസ്ഥാനതല ഉദ്ഘാടനവും പുലമൺതോട് പുനരുജ്ജീവന പ്രഖ്യാപനവും 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര LIC അങ്കണത്തിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തിന്റെ ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര MLAയുമായ ശ്രീ KN ബാലഗോപാൽ അവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശ്രീ SR രമേശ് സ്വാഗതം ആശംസിക്കുന്നു. നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TN സീമ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് സുരക്ഷാ കിറ്റ് നൽകൽ, MCFൽ കൺവെയർ ബെൽറ്റ്, സോർട്ടിംഗ് ടേബിൾ, ഡസ്റ്റർ എന്നിവയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർകളും ഹരിത ടൂറിസം കൈപ്പുസ്തകം പ്രകാശനം ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവർകളും ശുചിത്വത്തിന്റെ കുഞ്ഞ് ഹീറോസ് കോഫി ടേബിൾ ബുക്ക് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം പുസ്തക പ്രകാശനം ബഹുമാന്യയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി J ചിഞ്ചുറാണി അവർകളും നിർവഹിക്കുന്നു. മുഖ്യ അതിഥിയായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളും മുഖ്യ പ്രഭാഷണം ബഹുമാന്യനായ MP ശ്രീ കുടിക്കുന്നിൽ സുരേഷ് അവർകളും നിർവഹിക്കുന്നു. ഹരിത സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ബഹുമാന്യപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS, ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ ബഹുമാന്യയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി TV അനുപമ IASഉം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് N IAS, വിവിധ വകുപ്പ് മേധാവികളായ ശ്രീ ശ്രീറാം സാംബശിവറാവു IAS, ശ്രീമതി ദിവ്യ S അയ്യർ IAS, ശ്രീ A നിസാമുദ്ദീൻ IAS, ശ്രീ UV ജോസ് IAS, ബഹുമാനപ്പെട്ട റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു IPS, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലേഴ്സ്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകുന്ന ഈ മഹനീയ ചടങ്ങിലേക്ക് സ്നേഹനിധികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര LIC അങ്കണത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.